പുസ്തകപ്രേമികളും അക്ഷരപ്രേമികളും വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഷാർജ അന്താരാഷ്ട്ര ബുക്ക് ഫെസ്റ്റിവലിന് ഇനി 2 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഇന്നും നാളെയും കൂടി കഴിഞ്ഞാൽ നവംബർ 5-നാണ് വിഖ്യാതമായ ഷാർജ അന്താരാഷ്ട്ര ബുക്ക് ഫെസ്റ്റിവലിൻ്റെ 44ാമത് എഡിഷന് ആരംഭമാവുക. നവംബർ 5 മുതൽ 16 വരെയാണ് ഇത്തവണത്തെ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ. നിങ്ങൾക്കും പുസ്തകങ്ങൾക്കുമിടയിൽ എന്നുള്ള തീമിലാണ് ഇത്തവണത്തെ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഷാർജ എക്സ്പോ സെൻറ്ററിൽ നടക്കുന്ന പുസ്തകമേള പുസ്തകങ്ങളുടെ ഉത്സവം കൂടി മാത്രമല്ല, വിനോദവും വിജ്ഞാനവും ഒക്കെ സമന്വയിപ്പിക്കുന്ന തത്സമയ പരിപാടികളുടെ വലിയ നിര കൂടിയുണ്ട്. അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഹൈഡ് ആൻഡ് സീക്ക് എന്ന കുടുംബ നാടകം, 360 ഡിഗ്രി സയൻസ് ലാബ് ഷോ, ഡങ് മാസ്റ്റേഴ്സ് അടക്കമുള്ള ആവേശകരമായിട്ടുള്ള കലാപ്രകടനങ്ങളൊക്കെ ഇത്തവണത്തെ ആകർഷണ കാര്യങ്ങളാണ്. ബ്ലാക്ക് വിഡോ എന്ന വനിതാ സംഘം അവതരിപ്പിക്കുന്ന എക്കോസ് ഓഫ് ദ ഹാൻഡ്സ്, കൈകളുടെ പ്രതിധ്വനികൾ എന്ന ഒരു മനോഹരമായിട്ടുള്ള നൃത്തരൂപം ഉണ്ടാവും ഈ ബുക്ക് ഫെസ്റ്റിവലിൽ. തികഞ്ഞ താളബോധത്തോടെ കൈകൾ ദളങ്ങൾ പോലെ ചലിക്കുമ്പോൾ അത് ഒരേ സമയം ഡസൻ കണക്കിന് കൈകളോടുകൂടിയ ഒരു ശരീരത്തിൻ്റെ പ്രതീതി നൽകി കാണികളെ വിസ്മയിപ്പിക്കുകയും ചെയ്യും. പിങ് പോങ് പ്രകടനത്തിൻ്റെ താളബോധവും ഇത്തവണത്തെ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. പിങ് പോങ് കളിയെ ചലനവും വെളിച്ചവുമായി സമന്വയിപ്പിച്ചാണ് പിങ് പോങ് ബാങ് ട്രൂപ്പ് രംഗത്തെത്തുന്നത്. ഇതും ഇത്തവണ നിങ്ങൾക്ക് ആസ്വദിക്കാം. 4 നർത്തകർ LED ലൈറ്റുകൾ പിടിപ്പിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് അവതരിപ്പിക്കുന്ന ഡാൻസിങ് ലൈറ്റ്സ് പ്രകടനവും നൃത്തവും ഹൈടെക് ദൃശ്യങ്ങളും സംയോജിപ്പിക്കുന്ന മറ്റൊരു ഇനാണ്. അപ്പോൾ ഇതൊക്കെ ഇത്തവണത്തെ ബുക്ക് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുണ്ടാവും. 44ാമത് അന്താരാഷ്ട്ര ബുക്ക് ഫെസ്റ്റിവൽ 100 കണക്കിന് രാജ്യങ്ങളും പ്രസാധകരും ആയിരക്കണക്കിന് 10,000 പുസ്തകങ്ങളും എല്ലാം സമന്വയിക്കുന്നതിനോടൊപ്പം വളരെ സുന്ദരമായിട്ടുള്ള ആവേശം ജനിപ്പിക്കുന്ന കണ്ണിന് അത്യധികം സന്തോഷം പകരുന്ന നിരവധി കലാപ്രകടനങ്ങളും ഇതിനോടനുബന്ധിച്ചുണ്ടാകുമെന്നും സംഘാടകർ അറിയിക്കുന്നുണ്ട്. 44ാമത് ഷാർജ അന്താരാഷ്ട്ര ബുക്ക് ഫെസ്റ്റിവലിനാണ് തുടക്കമാവുന്നത് നവംബർ 5-ന്. UAE-യിൽ നടക്കുന്ന ഭാഗ്യ സമ്മാനങ്ങളിൽ കൂടുതൽ പങ്കും ഇന്ത്യക്കാർ സ്വന്തമാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തി ഇപ്പോൾ ഇല്ല. മിക്ക റാഫൽ നറുക്കെടുപ്പുകളിലും ഭാഗ്യ സമ്മാനങ്ങളിലും ഇന്ത്യക്കാർക്ക് കൃത്യമായ ഒരു പങ്ക് ലഭിക്കാറുണ്ട്. UAE ലോട്ടറി നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരൻ സമ്മാനം അടിച്ചതിൻ്റെ സർപ്രൈസ് നമുക്കിതുവരെ മാറിയിട്ടില്ല. അതിനിടയിൽ മറ്റൊരു സമ്മാനത്തെക്കുറിച്ച് കൂടി ഇന്ന് പറയാനുണ്ട്. ബിഗ് റാഫൽ നറുക്കെടുപ്പില്ലേ, അതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബറിൽ നടന്ന ബിഗ് ടിക്കറ്റ് റാഫൽ നറുക്കെടുപ്പിൽ ഒരു ഇന്ത്യക്കാരനും 19 കൂട്ടുകാർക്കും കൂടി 15 ദശലക്ഷം ദിർഹം, അതായത് ഏകദേശം ഒരു 33 കോടിയിലേറെ രൂപ സമ്മാനം ലഭിച്ചു എന്നുള്ളതാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ സന്ദീപ് കുമാർ പ്രസാദിൻ്റെയും കൂട്ടുകാരുടെയും ജീവിതമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് മാറിമറിഞ്ഞത്. ഷിപ്പിംഗ് മേഖലയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന സന്ദീപിന് ഈ ഭാഗ്യം നേടിക്കൊടുത്തത് കഴിഞ്ഞ മാർച്ചിൽ 20 ദശലക്ഷം ദിർഹം നേടിയ ജഹാംഗീർ ആലം എന്ന ബംഗ്ലാദേശ് സുഹൃത്തിൻ്റെ ഉപദേശമാണ്. ബിഗ് ടിക്കറ്റിനെ കുറിച്ച് തന്നോട് പറഞ്ഞത് ഇദ്ദേഹമാണെന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് ഭാഗ്യം പരീക്ഷിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ഉത്തർപ്രദേശുകാരനായ സന്ദീപ് പറയുന്നു. എന്തായാലും സന്ദീപിനും കൂട്ടുകാർക്കും ആശംസകൾ നേരുകയാണ്. ക്വാഡ് ബൈക്കുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില റെസ്ട്രിക്ഷൻസിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് അബുദാബി എമിറേറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. താമസ മേഖലകളിൽ ക്വാഡ് ബൈക്കുകൾ ഓടിക്കുന്നത് അബുദാബിയിൽ നിരോധിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിയമം ലംഘിച്ചാൽ 500,000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ് അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ ഭീഷണിയും അപകട സാധ്യതയും മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. താമസ മേഖലകളിൽ ക്വാഡ് ബൈക്കുകൾ ഓടിക്കുന്നത് അവിടുത്തെ താമസക്കാർക്കും അതുപോലെ തന്നെ അവിടെയൊക്കെ കളിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഒരുപാട് അപകട ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കർശനമായ നിർദ്ദേശം പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിയമലംഘകരുടെ വാഹനം കണ്ടുകിട്ടും. ഇനി ഈ ക്വാഡ് ബൈക്കുകൾ ഓടിക്കുന്നത് കുട്ടികളും പ്രായപൂർത്തിയാകാത്തവരും ഒക്കെ ആണെങ്കിൽ രക്ഷിതാക്കൾക്കെതിരെയും ബൈക്കുമായി ബന്ധപ്പെട്ട ഉടമകൾക്കെതിരെയുമായിരിക്കും നടപടി സ്വീകരിക്കുക എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചില മേഖലകളിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് അബുദാബി പോലീസ് ഓർമ്മപ്പെടുത്തുന്നത്.